കായംകുളത്തേതുൾപ്പെടെയുള്ള റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. RMS ഓഫീസുകളെ സ്പീഡ് പോസ്റ്റ് പ്രോസസ്സിംഗ് ഹബ്ബുകളുമായി സംയോജിപ്പിക്കാനും രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കുവാനും തീരുമാനിച്ചതിന്റെ ഭാഗമായി രാജ്യത്തെ 312 RMS ഓഫീസുകളാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. റെയിൽവേ മെയിൽ സർവീസ് എന്ന RMSന്റെ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. RMS ഓഫീസുകളെ സ്പീഡ് പോസ്റ്റ് പ്രോസസ്സിംഗ് ഹബ്ബുകളായി സംയോജിപ്പിക്കാനും രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കുവാനും തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് കായംകുളത്തേതടക്കം രാജ്യത്തെ 312 RMS ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ആകെ രാജ്യത്ത് അടച്ചുപൂട്ടുന്നതിൽ 12 ഓഫീസുകൾ കേരളത്തിലാണ് ഉള്ളത്. കായംകുളത്തിന് പുറമെ ഷൊർണൂർ, വടകര, ആലുവ, ഇരിങ്ങാലക്കുട, തലശ്ശേരി എന്നിവിടങ്ങളിൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വലിയ വിഭാഗം ജനങ്ങൾ ഉപയോഗിക്കുന്ന RMS അടച്ചുപൂട്ടുന്നത് തപാൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിച്ചു. ഡയറക്ടറേറ്റ് അംഗീകരിച്ച 4 ഇൻട്രാ സർക്കിൾ ഹബ്ബുകൾക്ക് പുറമെയുള്ള കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഓഫീസുകളാണ് പൂട്ടാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.